ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ടാണ്, വിച്ച് ഇസ് മിഡ് ഇയർ ഫ്രീക്ക് ഔട്ട് ടാഗ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 6 months ആയി നമ്മുടെ 2025. സോ ഇതുവരെയുള്ള എല്ലാ സ്റ്റേറ്റസും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നതാണ് മിഡ് ഇയർ ഫ്രീക്ക് ഔട്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ വേണമെങ്കിൽ താഴെ കൊടുക്കാം, സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. 2025 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് മോശമായിരുന്നു, ബട്ട് ദെൻ ഇറ്റ് പിക്ഡ് അപ്പ്. ലൈക്ക് ഫെബ്രുവരി മാർച്ച് ആയിരുന്നു എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് റീഡിങ് മന്ത്സ്. പിന്നെ ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആയപ്പോൾ കുറച്ചും കൂടി ഡൗൺഫോൾ ആയിരുന്നു. നൗ അഗെയിൻ ഐ എം ട്രൈങ് ടു പിക്ക് ഇറ്റ് അപ്പ്. അങ്ങനെയുള്ള ഒരു അപ്പും ഡൗണും ഒക്കെ ഉള്ള ഒരു ഇയർ ആയിരുന്നു 2025. So without further ado, let's get into the video. What is the best book read in 2025? This year ഞാൻ ഒരുപാട് ഫേവറേറ്റ്സ് വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഐ കീപ് തിങ്കിങ് അബൌട്ട് ദിസ് ബുക്ക്, അങ്ങനെയുള്ള ഒരു ബുക്കാണ് വി യൂസ് ടു ലിവ് ഹിയർ. ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈവ് ആൻഡ് ചാർലി. സോ അവർ രണ്ടുപേരും ഗേ കപ്പിൾസ് ആണ്, ആൻഡ് അവര് ഒരു റിയലിസ്റ്റിക് ജോബിലാണുള്ളത്. സോ ദേ ബോട്ട് എ ന്യൂ ഹൗസ് ആൻഡ് അവര് ജസ്റ്റ് സെറ്റിൽ ആയി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഒരു ഫാമിലി വിസിറ്റ് ചെയ്തിട്ട് ലൈക്ക് ദേ ക്ലെയിം ലൈക്ക് ആ ഒരാള് അവിടെ ആളുടെ ചെറുപ്പകാലത്ത് അവിടെ താമസിക്കാറുണ്ടായിരുന്നു. സോ ഹി നീഡ്സ് എ ടൂർ ഓഫ് ദ ഹൗസ്. അങ്ങനെ പറയും, ലൈക്ക് അയാളുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അയാൾ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്തത് എന്നൊക്കെ പറയും. കേൾക്കുമ്പോൾ ഭയങ്കര റീസണബിൾ. അപ്പൊ ഈവ് കുറച്ചൊരു പീപ്പിൾ പ്ലീസർ ആണ്. ഷീ ലെറ്റ്സ് ദം ഇൻ. അതിനുശേഷമുള്ളതൊക്കെ ലൈക്ക് വാസ് സോ ഗുഡ്. ലൈക്ക് ഭയങ്കര ഹൊറിഫൈങ് ആയിരുന്നു. ലൈക്ക് അവർക്ക് അവിടെ ഇറ്റ്സ് ലൈക്ക് ആ ഫാമിലി അതിനുള്ളിൽ സ്റ്റെക്ക് ആയ പോലെ. ദേ ഹാവ് മൾട്ടിപ്പിൾ റീസൺസ് അവർക്ക് അവിടുന്ന് പോകാനേ പറ്റാത്തൊരു അവസ്ഥ. സോ വൈൽ റീഡിങ് ഐ വാസ് സോ ഇൻസെക്യൂർ. കാരണം നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, ലൈക്ക് ഇപ്പം എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കീപ്പ് ഓൺ എഡ്ജ് കൈൻഡ് ഓഫ് ബുക്ക് ആയിരുന്നു. ആൻഡ് അവസാനം എനിക്ക് പറയാനില്ല, ലൈക്ക് ഇറ്റ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് എല്ലാം തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു വേഗ് കൈൻഡ് ഓഫ് ഒരു ബുക്കാണ്. ഇറ്റ്സ് എ മൈൻഡ് ട്വിസ്റ്റിംഗ് കൈൻഡ് ഓഫ് ബുക്ക്. ലൈക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലോഷറോ ആൻസറോ ഒന്നും ഈ ബുക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല, ബട്ട് യു വിൽ സ്റ്റിൽ ബി അജിറ്റേറ്റഡ് ബൈ എവറിത്തിങ് ഗോയിങ് ഓൺ. സോ അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് ബുക്ക് വിത്ത് എ ക്ലിഫ് ഹാങ്ങർ എൻഡിങ്. അങ്ങനെ ഒരു ക്ലോഷർ കിട്ടാത്ത രീതിയിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ബെസ്റ്റ് സീക്വൽ റെഡ് ഇൻ 2025? ഞാൻ കാര്യമായിട്ടൊന്നും സീക്വൽസ് വായിച്ചിട്ടില്ല ദിസ് ഇയർ, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഞാൻ ആകെ കുറച്ച് വായിച്ചിട്ടുള്ളൂ. അതിലെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പൈ ഫാമിലി വോളിയം 3. സ്പൈ ഫാമിലി കുറച്ചൊക്കെ വോളിയൂംസ് വായിച്ചിട്ടുണ്ട്, ബട്ട് അതിൽ വോളിയം 3 ആണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് സോ ഫണ്ണി. കാരണം ഐ വാസ് ലാഫിങ് ഔട്ട് ലൗഡ്. ഐ വാസ് സിറ്റിംഗ് ഇൻ എ ക്രൗഡ് ആൻഡ് റീഡിങ്. ആൻഡ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന. ഇറ്റ് വാസ് സോ ഫണ്ണി. ഇത് പറയുകയാണെങ്കിൽ ബ്രീഫ് ആയിട്ട് ഇതിലൊരു ഫാമിലിയാണുള്ളത്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ട്വൈലൈറ്റ്, അവന്റെ ഒരു വൈഫ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു കൈൻഡ് ഓഫ് ഡീലാണ്. അവളൊരു അസാസിൻ ആണ്. ആൻഡ് അവന്റെ അഡോപ്റ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ആന്യ. ഇവർക്ക് 3 പേർക്കും ഇവരുടേതായ കഴിവുകളുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ. ലൈക്ക് അവർക്ക് തമ്മിൽ അത് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ഫണ്ണാണ്. സോ ഇറ്റ്സ് ലൈക്ക് ദേ ആർ ഡൂയിങ് ദ മിഷൻസ് ആൻഡ് ഓൾ. ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ബുക്കാണ്. സോ ഇഫ് യു ലവ് ഗ്രാഫിക് നോവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എഫേർട്ടും ഇല്ലാതെ വായിക്കാൻ പറ്റിയ ബുക്സ് ആണ്. സോ ഇഫ് യു വാണ്ട് സച്ച് എ ബുക്ക് ദെൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഇസ് ദ മാൻ ഹൂ ഡൈഡ്. ഈ സീക്വലും എനിക്ക് ഇഷ്ടമായി, ബട്ട് ഇത് ബെസ്റ്റ് സീക്വൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇതൊരു 3.5 സ്റ്റാർ റീഡ് ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്മോൾ ടൗൺ വൈബാണ്. അവിടെയുള്ള 4 വയസ്സായ ആൾക്കാർ കോൾഡ് കേസസ് ചെയ്യുന്നതാണ് ഈ ഒരു സീക്വൽ. സോ അത് കുറച്ചുകൂടെ ഫണ്ണാണ്. അതുപോലെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണ്, കോസി ആണ്. ആൻഡ് യു വിൽ ലവ് ട്രാക്കിംഗ് ദം ത്രൂ ഔട്ട് ദ ബുക്സ്. സോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സീക്വൽ ഇതൊക്കെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ന്യൂ റിലീസസ് യു ഹാവൻ റെഡ് യെറ്റ് ബട്ട് പ്ലാൻ ടു ഡു സോ. അങ്ങനെ 2 ബുക്സാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ബൈ ടൈലർ ജെങ്കിൻസ് റീഡ്. ടൈലർ ജെങ്കിൻസ് റീഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ഓതർ ആണ്. ഐ റിയലി ലവ് ഹർ റൈറ്റിംഗ്. ലൈക്ക് റിലേഷൻഷിപ്പ് എഴുതാൻ പുള്ളി ബെസ്റ്റ് ആണ്. അറ്റ്മോസ്ഫിയർ ഔട്ട് ആയതിനു ശേഷം നല്ല റിവ്യൂസ് ആണ് കേൾക്കുന്നത്. സോ ഐ ഹാവ് ഹൈ എക്സ്പെക്ടേഷൻ ഫോർ ദാറ്റ് വൺ. നെക്സ്റ്റ് 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് അഖിൽ പി ധർമ്മജന്റെ ബുക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതും ഒരു ത്രില്ലർ ആണ്. ആൻഡ് ഐ എം സീയിങ് സം ഗുഡ് റിവ്യൂസ്. അപ്പോൾ
അതും ട്രൈ ചെയ്യണം എന്നുണ്ട്. സോ അത് രണ്ടുമാണ് എന്റെ ആന്റിസിപ്പേറ്റഡ് വൺസ്. നെക്സ്റ്റ് വൺ ഇസ് ആന്റിസിപ്പേറ്റഡ് റിലീസ് ഫോർ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇയർ. അടുത്ത 6 മാസത്തിൽ ഇറങ്ങാൻ പോകുന്നതിൽ ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയാൻ ഫസ്റ്റ് വൺ ഇസ് കറ്റാബേസിസ് ബൈ RF Kuang. അപ്പൊ RF Kuangന്റെ ബുക്സ് നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട്, എനിക്ക് വർക്ക് ആവാറുണ്ട്. എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, ബട്ട് കറ്റാബേസിനെ പറ്റിയിട്ട് കുറച്ച് നെഗറ്റീവ് ലോ റിവ്യൂസ് ആണ് കേൾക്കുന്നത്. ബട്ട് വി ഡോണ്ട് നോ, നമ്മൾ വായിച്ചാലല്ലേ അറിയുള്ളൂ. സോ അതൊരു ആന്റിസിപ്പേറ്റഡ് വൺ ആണ്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ടീക്കിംഗ് ഫിഷറിന്റെ ബുക്ക് വരുന്നുണ്ട്. അതല്ലാതെ ഞാൻ കാത്തിരിക്കുന്നതായിട്ട് വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിന്റ്മെന്റ്. അപ്പോ ഇത്തവണ 2025 എനിക്ക് ഒരുപാട് ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബുക്കാണ് മാസ്റ്റേഴ്സ് ഓഫ് ഡെത്ത് ബൈ ഒലിവിയ ബ്ലേക്ക്. അപ്പൊ ഞാൻ റെയർലി 1 സ്റ്റാർ റിവ്യൂസ് കൊടുക്കാറുള്ള ബുക്കിന് എപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ റൗണ്ട് ചെയ്ത് 2.5 എത്തിക്കും. എന്തെങ്കിലും എനിക്ക് അതിനെപ്പറ്റി ഇഷ്ടപ്പെട്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും 2 എത്തിക്കാൻ. ബട്ട് ഈ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ തൊട്ട് ഐ വാസ് ലൈക്ക്, യൂഷ്വലി ഇങ്ങനെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമാവാതിരിക്കുമ്പോൾ ഞാനത് DNF ചെയ്യാറുണ്ട്. ബിക്കോസ് റാദർ ദാൻ ഒരു 1 സ്റ്റാർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് അത് DNF ചെയ്യാണല്ലോ. ഇതൊരു ബാഡ് ബുക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. എനിക്ക് വായിച്ചപ്പോൾ ഒരു എന്റർടൈൻമെന്റും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഐ വാസ് ഹാവിങ് 0 ഫൺ. അതുകൊണ്ടാണ് 1 സ്റ്റാർ, അല്ലാതെ ബുക്കിനെ ജഡ്ജ് ചെയ്യുന്നതല്ല. സോ ഈ ബുക്കിൽ സ്റ്റോറി എന്ന് പറയുന്നത്, ഇതില് മെയിൻ ക്യാരക്ടറിന് ഒരു വീട് വിൽക്കണം. ബട്ട് ആ വീട്ടില് ഗോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗോസ്റ്റ് എങ്ങനെയാണ് മരിച്ചതെന്ന് ഗോസ്റ്റിന് അറിയില്ല. സോ ആ ഗോസ്റ്റിനെ ആദ്യം അവിടെ നിന്ന് ഒഴിപ്പിക്കണം, എന്നിട്ടേ ആ വീട് വിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രെമിസ് വായിച്ചപ്പോൾ ഐ തോട്ട് ദിസ് വാസ് കൂൾ വൺ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചു. ആൻഡ് ഒലിവിയ ബ്ലേക്ക് വൺ ഓഫ് ദ ഇപ്പോൾ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഒരു ഓതർ ആണല്ലോ. ബട്ട് ഹർ റൈറ്റിംഗ് ഇതില് മറ്റുള്ള ബുക്സിൽ അവളുടെ റൈറ്റിംഗ് ആ ഒരു പ്രിറ്റൻഷ്യസ് കുറച്ച് ടഫ് ആയിട്ടുള്ള റൈറ്റിംഗ് വാസ് ഓക്കെ, കാരണം അങ്ങനത്തെ കോൺസെപ്റ്റിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ കോൺസെപ്റ്റ്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൈറ്റിംഗ്. സോ ഓൾറെഡി റൈറ്റിംഗ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് സ്റ്റോറിയിലും കാര്യമായിട്ട് ഒരു തരം വട്ട് പിടിപ്പിക്കുന്ന പോലെയുള്ള ഒരു സ്റ്റോറി ആയപ്പോൾ ആൻഡ് ഐ വാസ് നോട്ട് ഹാവിങ് എനി ഫൺ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് എ 1 സ്റ്റാർ റീഡ്. ഇനി നെക്സ്റ്റ് 2 ആർ ലൈക്ക് എനിക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡിസപ്പോയിന്റ്മെന്റ് ആയതാണ്. നെക്സ്റ്റ് 2 ആർ 2 സ്റ്റാർ റീഡ്സ്, വിച്ച് ഇസ് വാട്ട് ഫീസ്റ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ വാട്ട് മൂവ്സ് ദ ഡെഡിന് ശേഷം വാട്ട് ഫീസ്റ്റ് അറ്റ് നൈറ്റ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. വാട്ട് മൂവ്സ് ദ ഡെഡ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓഫ് ടീക്കിംഗ് ഫിഷർ. അപ്പോൾ അത് വായിച്ചപ്പോൾ ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് ചില പാർട്സ് ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു, റൈറ്റിംഗ് എൻജോയ് ചെയ്തു. ബട്ട് കാര്യമായിട്ട് അതിനധികം ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും ഡെലിവർ ചെയ്യാത്ത പോലെ തോന്നി. നെക്സ്റ്റ് വൺ ഇസ് ക്ലാര ആൻഡ് ദ സൺ. സോ ഇതൊരു റോബോട്ട് ബേസ്ഡ് ഉള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, കാരണം ഇതിന്റെ റൈറ്റർ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ റോബോട്ടിനെ പറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എനിക്കിഷ്ടമാണ് റോബോട്ടിനെ പറ്റി വായിക്കുന്നത്. ബട്ട് ഇതില് കുറെ മീനിങ് ആയിട്ടാണ് ഓതർ എഴുതിയിട്ടുള്ളത്. ലൈക്ക് എന്തൊക്കെയോ ഓതർ സ്ഥാപിക്കുന്നുണ്ട്, ബട്ട് എന്താണ് ആ പോയിന്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഐ തിങ്ക് മേ ബി ഐ എം നോട്ട് ദ റൈറ്റ് ഓഡിയൻസ് ഫോർ ദിസ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബിഗ്ഗസ്റ്റ് സർപ്രൈസ്. സോ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് കുറച്ചൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ദ കോവനന്റ് ഓഫ് വാട്ടർ. അപ്പൊ ഇതൊരു ഭയങ്കര ലെങ്ത് ഉള്ള ഒരു ബുക്കാണ്. ഇത് ഞാൻ വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ലൈക്ക് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണ്. സോ മേ ബി ദിസ് ഇസ് ലൈക്ക് ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ വൈബ് ആയിരുന്നു. ബട്ട് ദെൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചപ്പോൾ ഐ വാസ് സോ ബ്ലോൺ അവേ. ലൈക്ക് സോ ഒരുപാട് എലമെന്റ്സ് ഇതിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് ആ ഒരു ഫാമിലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുറച്ച് ക്രൈസിസ്, അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ക്രൈസിസ് എങ്ങനെയാണ് അവസാനം അത് എല്ലാം എങ്ങനെ അവസാനം കലങ്ങി തെളിഞ്ഞു എന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് ബിഗ് അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ആ ഒരു ഫാമിലിയുടെ ജനറേഷനിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരാൾ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയുടെ പില്ലർ ആയിരുന്നു. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ലൈക്ക് മോറലി എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ ദിസ് വാസ് എ ബിഗ്ഗസ്റ്റ് സർപ്രൈസ്. സേഡി ഒരു ത്രില്ലറാണ്, ഞാൻ റീസെന്റ് വായിച്ചതാണ്. സോ സേഡി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ സേഡി അവളുടെ സിസ്റ്റർ മിസ്സിംഗ് ആയതിനു ശേഷം അവളെ തെരഞ്ഞിട്ട് അവള് പോകുന്നതാണ്. ആൻഡ് ദെൻ സേഡി ഓൾസോ ഗോസ് മിസ്സിംഗ്.
സോ ഇതിലൊരു പോഡ്കാസ്റ്റ് എലമെന്റ് ഉണ്ട്, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയത്. ആ ഒരു പോഡ്കാസ്റ്റ് കാരണം തന്നെ നമ്മളിത് ഓഡിയോ ബുക്ക് ആയിട്ട് കേൾക്കുന്ന സമയത്ത് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ CD വായിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ ഓഡിയോ ബുക്ക്, കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ CD എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസിങ് റീഡായിരുന്നു. അതുപോലെ നെക്സ്റ്റ് ഇഫ് ഹി ഹാഡ് ബീൻ വിത്ത് മീ, ഇതും ഞാൻ റീസെന്റ് വായിച്ചൊരു റൊമാൻസ് ബുക്ക് ആയിരുന്നു. സോ വലിയ റൊമാൻസ് ആയതുകൊണ്ട് തന്നെ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് എക്സ്പെക്ടേഷൻ ഗോയിങ് ഇൻ ടു ദിസ് വൺ. അപ്പോൾ ഇതൊരു നിറം ഒക്കെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ആൻഡ് ദെൻ ദേ റിയലൈസ് ദേ ലവ് ഈച്ച് അതർ, അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ബുക്ക് ആയിരുന്നു. ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം വിത്ത് ഇറ്റ്. സോ ഇത് മൂന്നുമാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് സർപ്രൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫേവറേറ്റ് ന്യൂ ഓതർ, ഐദർ ഡെബ്യൂ അല്ലെങ്കിൽ ന്യൂ ടു യു. സോ എനിക്ക് 2 ഓതറാണ് ഇക്കൊല്ലം ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്തത്. ഫസ്റ്റ് ഈസ് ദ ഡെബ്യൂ ഓതർ വിച്ച് ഇസ് മാർക്കസ് ക്ലീവർ. ഇത് വി യൂസ് ടു ലിവ് ഹിയറിന്റെ ഓതറാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ബുക്കാണിത്. സോ യു സി ഫസ്റ്റ് ബുക്കിന് ഇത്രയും ഹൈപ്പായ സ്ഥിതിക്ക് വി ഹാവ് ലോട്ട്സ് ഓഫ് എക്സ്പെക്ടേഷൻ ഫ്രം ഹിം. ഏതൊരു ബുക്കായിട്ട് ഈ ഒരു ഓതർ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാലും ഐ തിങ്ക് ഐ വിൽ റീഡ് ഇറ്റ്. സോ അതുകൊണ്ട് ഇതാണ് എൻ്റെ ഇക്കൊല്ലത്തെ ഒരു ഫേവറേറ്റ് ഓതർ. നെക്സ്റ്റ് വൺ ഈസ് ആഷ്ലി പോസ്റ്റൺ. ദിസ് ഇസ് നോട്ട് എ ഡെബ്യൂ ഓർ ന്യൂ ടു മീ. കൊല്ലം 7 Years സ്ലിപ്പ് വായിച്ചപ്പോഴും കഴിഞ്ഞ കൊല്ലം ഡെഡ് റൊമാൻറ്റിക്സ് വായിച്ചപ്പോഴും എനിക്ക് ഒരേ ഫീലിംഗ്സ് ആയിരുന്നു. സോ ഷീ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓതർ നൗ. നെക്സ്റ്റ് വൺ ഇസ് ന്യൂവസ്റ്റ് ഫിക്ഷണൽ ക്രഷ്. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് പറയാം. 5 Feet Apartലെ വിൽ. ഞാൻ ബുക്ക് വായിച്ചിട്ട് മൂവി കണ്ടപ്പോൾ മൂവിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് കേട്ടോ. ലൈക്ക് ബുക്ക് കുറച്ച് ക്രിഞ്ച് ആയ പോലെ തോന്നിയിരുന്നു, പക്ഷെ മൂവി അടിപൊളിയാണ്. സോ മൂവിയിൽ എനിക്ക് ആ ഒരു ക്യാരക്ടറിന് ഓൾറെഡി എനിക്ക് വേറൊരു സീരീസ് കണ്ടിട്ട് ഇഷ്ടമാണ്. സോ ഓഫ് കോഴ്സ് ഹീ ഈസ് ദ ഫസ്റ്റ് ഫിക്ഷണൽ ക്യാരക്ടർ ഐ ലവ്ഡ്. നെക്സ്റ്റ് ഇസ് ബിഗ് അമ്മച്ചി ഫ്രം കോവനന്റ് ഓഫ് വാട്ടർ. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര പില്ലർ ഓഫ് ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വിമൺ ആയിരുന്നു. ലൈക്ക് സോ ഷീ സ്റ്റുഡ് ഔട്ട് ഫോർ മീ. അടുത്തത് ബ്ലൂ സിസ്റ്റേഴ്സിലെ ഏവറി. സോ ബ്ലൂ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ 4 സിസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിലെ എൽഡർ 1 ആണ് ഏവറി. അപ്പോൾ ഞാനും ഒരു എൽഡർ സിസ്റ്റർ ആണ്. സോ ഐ കുഡ് കണക്ട് വിത്ത് ഹർ, റിലേറ്റ് വിത്ത് ഹർ അറ്റ് ടൈംസ്. സോ അതുകൊണ്ട് തന്നെ ഏവറി വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ബുക്ക് ദാറ്റ് മെയ്ഡ് യു ഹാപ്പി. ഫസ്റ്റ് വൺ ഇസ് പ്രേമലേഖനം ബൈ ബഷീർ. ഞാനിതൊരു രാത്രി കെടുക്കാൻ നേരത്ത് 1 hour ഉള്ളൂ ഇതിന്റെ ഓഡിയോ ബുക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു അത് കേട്ടിട്ട് കെടുക്കാം. ബട്ട് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഐ വുഡ് ലവ് ദിസ് സോ മച്ച്. കാരണം ഈ ബുക്ക് ഞാൻ ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ വായിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ബട്ട് അതിന്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഫാമിലിയിലൊന്നും അത് വായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ബട്ട് ഇപ്പൊ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു ഇതിലൊന്നുമില്ലല്ലോ കാര്യമായിട്ട് അങ്ങനെ ഇതായിട്ടുള്ളതൊന്നും. ബട്ട് സ്റ്റിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ ലൈക്ക് ഫാമിലിയിൽ എല്ലാവരും ലൈക്ക് ഷീസ് റീഡിങ് ദാറ്റ് ബുക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായതുകൊണ്ട് ഐ കുഡന്റ് റീഡ് ദാറ്റ് ബുക്ക് ഫ്രം ബഷീർ. അപ്പൊ അതിനൊരു ചാൻസ് ഇപ്പോഴാണ് കിട്ടിയത്. ഐ വാസ് സോ ലാഫിംഗ് ഔട്ട് ലൗഡ് റീഡിങ് ദിസ്. അവരുടെ ആ ഒരു കെമിസ്ട്രി, സാറാമ്മ, ആ ഒരു ലൈക്ക് ആ ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിലെ ജെം. I really loved it. It's a 4-star read and I really loved it. Like അതിൽ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു ഹ്യൂമർ സെൻസ്, അവരുടെ ആ ഒരു കെമിസ്ട്രി എന്ന് പറയാനൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ദേ ഹാഡ് സംതിങ് ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ടെൻഷൻ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. I really loved it. It was so good. I was laughing out loud. Like ഭയങ്കരമായിട്ട് എനിക്ക് I was cracking up, giggling reading this book. So this is that book that made me so happy, so content inside. Next is a book that made you cry. Non fiction വായിച്ചിട്ട് sometimes I cry. Sometimes എനിക്കിങ്ങനെ ആ ഒരു തൊണ്ടയിൽ കുടുങ്ങിയ എഫക്റ്റ് ഉണ്ടാവാറുള്ളൂ. ഞാൻ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരാളല്ല. But after reading 5 Feet Apart, I was so sad, so disappointed. Like ഒരു കുറച്ച് teared up ആയി. I was ലൈക്ക് അവരുടെ ആ ഒരു ഇത് ഭയങ്കര കംപ്ലീറ്റ്ലി സാഡ് ആയിട്ടുള്ള ഒരു ബുക്കാണത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഐ വാസ് ഫീലിംഗ് സോ ഡിസപ്പോയിന്റഡ് റീഡിങ് ദാറ്റ് ബുക്ക്. നെക്സ്റ്റ് ഇസ് ഓൾ ദ കളേഴ്സ് ഓഫ് ദ ഡാർക്ക്. ഇതിന്റെ എൻഡിങ്ങിലും ആ ഒരു ക്യാരക്ടേഴ്സിനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഫീൽ സോ മച്ച് സാഡ്നെസ്. കാരണം അതിലൊരു ബിഗ് എലമെന്റ് ഉണ്ട്. ലൈക്ക് വി ആർ വെയിറ്റിംഗ് ഫോർ ദറ്റ് എലമെന്റ് ത്രൂ ഔട്ട് ദ ബുക്ക്. ആൻഡ് ആ ഒരു എലമെന്റ് തന്നു കഴിയുമ്പോൾ വി ഫീൽ സോ സാഡ്. നെക്സ്റ്റ് വൺ വുഡ് ബി വൈൽഡ് റോബോട്ട്. ഇതൊരു ഭയങ്കര ഫീൽ കോസി കൈൻഡ് ഓഫ് ബുക്കാണ്, ഭയങ്കര ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് ബുക്കാണ്. ബട്ട് അതിന്റെ എൻഡിങ്ങും ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് റിയലി സാഡ് ആൻഡ് ഐ ഫെൽ സോ സാഡ് റീഡിങ് ദിസ് വൺ.
നെക്സ്റ്റ് വൺ ഈസ് ബ്ലൂ സിസ്റ്റേഴ്സ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഒരു സാഡ് ആയിട്ടുള്ള ബുക്ക്, ഗ്രീഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ബട്ട് ഐ ഡി ക്രൈ റീഡിങ് ഇറ്റ്, ബട്ട് ഐ ഫെൽ സാഡ്. ജസ്റ്റ് ചില കാര്യങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫെൽ സോ സാഡ്. സോ ഇതൊക്കെയാണ് ബുക്സ് ദാറ്റ് മെയ്ഡ് മീ ക്രൈ ഓർ സാഡ്. ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ബുക്സ് യു നീഡ് ടു ഗെറ്റ് ടു ബിഫോർ 2026. ഒരുപാട് ബുക്സ് ഉണ്ട്. എൻ്റെ TBR ഇങ്ങനെ പൈലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഡേ ബൈ ഡേ വി ഹാവ് ലോട്ട്സ് ഓഫ് ബുക്സ് കമ്മിങ് ഔട്ട്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ TBR വളരും. ബട്ട് അതിൽ ഞാൻ എന്തായാലും പ്രയോറിറ്റൈസ് ചെയ്യുന്ന കുറച്ച് ലിസ്റ്റ് ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യണമെന്നില്ല. ബട്ട് വാട്ട് ഐ റിയലി വോണ്ട് ടു റീഡ്, ലൈക്ക് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഞാൻ ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് റബക്ക. ഒരുപാട് കാലമായി വായിക്കണം എന്ന് വിചാരിച്ചൊരു ബുക്കാണ്. ബട്ട് എന്തോ ഐ എം സോ ഇന്റിമിഡേറ്റഡ് ബൈ ദാറ്റ്. അതുപോലെ സ്റ്റീഫൻ കിങ്ങിന്റെ 11/22/63 എന്ന് പറഞ്ഞൊരു ബുക്കും ഐ വോണ്ട് ടു റീഡ് ഇറ്റ് ബിഫോർ 2026. ഓൾസോ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂ റിലീസ്, ലൈക്ക് ലാസ്റ്റ് ഇയർ റിലീസ് ആയ ഒരു ബുക്ക് ഉണ്ട്. ഐ ഡു വോണ്ട് ടു ട്രൈ ദാറ്റ് ബിഫോർ 2026 കംസ്. സോ ഇതൊക്കെ എൻ്റെ ഒരു വീഡിയോ പ്ലാൻസിലുള്ള ബുക്കുകളാണ്. അതുകൊണ്ടാണ് ഐ ക്യാൻ സേ ലൈക്ക് ഐ വിൽ റീഡ് ദം ബിഫോർ 2026. ബാക്കിയൊന്നും എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ലൈക്ക് ഓരോ വീഡിയോ കോൺസെപ്റ്റ് വരുമ്പോൾ ഞാൻ ഓരോ TBRലുള്ള ബുക്സ് യൂസ് ചെയ്യും. ബട്ട് ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് അപ്പം കിട്ടുന്നില്ലെങ്കിൽ ഐ ഹാവ് ടു പുഷ് ഇറ്റ് ബാക്ക്. അങ്ങനെയാണ് എൻ്റെ റീഡിങ് ജേർണി പോകുന്നത്. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ 2025 ജെംസ്. ചില ബുക്സ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിലൊന്നും ഫോളോ ചെയ്യാത്ത ചില ബുക്സ് ഉണ്ട്. അതൊക്കെ എന്തായാലും നിങ്ങൾ 2025 എൻഡിൽ എൻ്റെ വീഡിയോസിലായിട്ട് വരും. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ബുക്സ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയായിരുന്നു ഹാപ്പി, സാഡ്, ബെസ്റ്റ് ബുക്ക്, വേഴ്സ്റ്റ് ബുക്ക്, ഡിസപ്പോയിന്റ്മെന്റ്, ഇതെല്ലാം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ആൻഡ് എൻ്റെ ചാനലിൽ ഞാൻ ബുക്ക് റിവ്യൂ, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലൈക്ക് മൈ കോണ്ടന്റ് പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കോണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. സോ ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.